രക്ഷിതാക്കളോടാണ്, മാതാപിതാക്കളോടാണ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ വരാൻ കാരണം എന്നറിയോ? ഈ അവധി ആഘോഷങ്ങളിൽ പെട്ട് നമ്മൾ അശ്രദ്ധരായി ചില കാര്യങ്ങൾ പലപ്പോഴും പരിഗണിക്കാതെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അത് ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും വിദ്യാർത്ഥികളുടെ ഭാവി കാര്യത്തിൽ ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും, പലപ്പോഴും അത്തരം അവഗണനകൾ അവരുടെ ഭാവിയെ സാരമായി ബാധിക്കുകയും ചെയ്യും എന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര സീരിയസ് ആയി, ഇത്ര പ്രാധാന്യത്തോടെ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അവധി ആഘോഷങ്ങളിൽ പെട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഈ കാര്യങ്ങൾ പെടുത്തുന്നത്. 3 കാര്യങ്ങൾ നിങ്ങൾ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഭാവിയിൽ അതൊരു മുതൽക്കൂട്ടാവുകയും പല തെറ്റായ പ്രവണതകളിൽ നിന്ന് അവർ വഴിമാറിപ്പോയി നല്ലതിലേക്ക് എത്തുകയും അവരുടെ കരിയർ സുരക്ഷിതമാവുകയും ചെയ്യും എന്നതുകൊണ്ടാണ്. നമുക്ക് ഇപ്പൊ അവധി തുടങ്ങിയല്ലോ, ചൂട് നല്ലോണം ഉള്ളത് കൊണ്ട് പലപ്പോഴും പുറത്തു വിട്ടുള്ള പല പരിപാടികൾക്കും നമ്മൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടാവും, അതിനോട് താല്പര്യം കാണിക്കില്ല. മക്കളുടെ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ജാഗരൂകരായിരിക്കും. പല സ്ഥാപനങ്ങളും പല പരിപാടികളും നിർത്തിവെക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, അത്ര ചൂടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചൂടിനിടയിൽ ചൂടാറാതെ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 1, ഈ സമയം നിങ്ങൾ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കുക. അതിന് പറ്റിയ ഏറ്റവും നല്ല പരിപാടി, ഈ 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികൾ, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവില്ല. ഇപ്പൊ കാര്യമായിട്ട് ട്യൂഷനൊന്നും നടക്കണ്ടാവില്ല. വളരെ ചെറിയ ചില ക്ലാസ്സുകൾ നടന്നാലായി, ഇനി അവധിക്കാല പ്രോഗ്രാമുകളും നടന്നാലായി. അതിനിടയിൽ കിട്ടുന്ന സമയം സൂക്ഷ്മമായി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 9ൽ നിന്ന് 10ലേക്ക് വരുന്ന ആളുകൾ, 10ൽ നിന്ന് 11ലേക്ക് എത്തിയ ആളുകൾ, 11ൽ നിന്ന് 12ലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, പറ്റുമെങ്കിൽ ഒരു അഭിരുചി പരീക്ഷ ചെയ്യാം. അഭിരുചി പരീക്ഷ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലുള്ള പെർഫോമൻസ് ഓറിയന്റഡ് ആയ ടെസ്റ്റ്, മാത്സിൽ കഴിവുണ്ടോ എന്ന്, മാത്സിൽ നിങ്ങൾക്ക് ഓക്കെ ആണോ അല്ലേ എന്ന് ചോദിച്ച് അതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കൊടുക്കുന്നതിന് ആൻസർ, യെസ് ഓർ നോ ആൻസർ കൊടുക്കുന്നതിന് പകരം മാത്സിലെ പ്രോബ്ലംസ് വെച്ച് അത് ചെയ്ത് അതിൽ എത്ര പ്രോബ്ലംസ് അവർ ചെയ്തു, ആനുപാതികമായിട്ട് അതിന്റെ സ്കോറൊക്കെ നോക്കി അവർക്ക് കഴിവുണ്ടോ ഇല്ലേ എന്ന് നിർണ്ണയിക്കുന്ന പെർഫോമൻസ് ടെസ്റ്റുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, കരിയർ ഗുരു ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പിയേഴ്സിന്റെ ടെസ്റ്റും ഇൻട്രസ്റ്റ് ഇൻവെന്ററിയും കൂടി ഇൻട്രസ്റ്റ് ഇൻവെന്ററി ടെസ്റ്റ് കൂടി വെച്ചുകൊണ്ടുള്ള ഒരു പാക്കേജാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം ടെസ്റ്റുകൾ ചെയ്ത് അവരുടെ കഴിവ് എന്താണെന്ന് കണ്ടെത്തുക. ന്യൂമറിക്കൽ എബിലിറ്റി അവർക്കുണ്ടോ, അതിൽ കുഴപ്പമുണ്ടോ, അനലിറ്റിക്കൽ സ്കില്ലുണ്ടോ, അബ്സ്ട്രാക്ട് റീസണിങ്, വെർബൽ റീസണിങ് വെച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും കണക്ട് ചെയ്യാനും അസോസിയേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ സ്കില്ലുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ സ്കിൽ അവരെ ഏതിലാണ് മുന്നിട്ട് നിൽക്കുന്നത്, അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഏത് കരിയറാണ് അവർക്ക് ഏറ്റവും അനുയോജ്യമാകുന്നത്, ഇത്തരം കാര്യങ്ങളും അവരുടെ പൊട്ടൻഷ്യലും ഇന്ന പൊട്ടൻഷ്യൽസും അതിന്റെ കോമ്പിനേഷനും വളരെ രസകരമാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുടെ കോമ്പിനേഷൻ വെർബലും അബ്സ്ട്രാക്റ്റും കൂടി എടുക്കുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അവരെ കുറിച്ചുള്ള ഇൻസൈറ്റ്സ്, അവരെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും എന്നതാണ്. അത് മെക്കാനിക്കലും സ്പേസ് റിലേഷനും മാത്രം കൂടുമ്പോഴും മെക്കാനിക്കലും ന്യൂമറിക്കലും കൂടുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ആനുപാതികമായിട്ട് അത് തമ്മിലുള്ള ബന്ധം വെച്ചുകൊണ്ട് വളരെ രസകരമായിട്ട് നമുക്ക് കുട്ടികളുടെ കഴിവുകളെ വിലയിരുത്താൻ പറ്റും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും. നോക്ക്, കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ അക്കാദമിക്കലി ശ്രദ്ധിക്കാൻ ശ്രമിക്കും. അത് അവരുടെ അക്കാദമിക പഠന നിലവാരത്തെ ഉയർത്തുകയും ചെയ്യും എന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ കഴിവുകളെ കുറിച്ച് ആദ്യം നമുക്ക് സംസാരിക്കാം, അവരുടെ പൊട്ടൻഷ്യൽസിനെ കുറിച്ച് സംസാരിക്കാം, അവരുടെ സ്കില്ലുകളെ കുറിച്ച് സംസാരിക്കാം. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും അഭിരുചി പരീക്ഷ നടത്തണം. അത് അവഗണിക്കരുത്. ഒരുപാട് പൈസ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കാറുണ്ട്. മക്കളുടെ ഈ സ്കില്ല് കണ്ടെത്താൻ വേണ്ടി ഇത്തരം ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു നഷ്ടമാവില്ല. രണ്ടാമത്തേത്, ഈ അഭിരുചി പരീക്ഷകൾ നടത്തുമ്പോൾ കഴിവുകൾ മാത്രമല്ല, സബ്ജക്റ്റിൽ അവരുടെ കുഴപ്പങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് വെർബൽ റീസണിങ് ഭയങ്കര കൂടുതലുണ്ട്, അബ്സ്ട്രാക്ട് റീസണിങ്ങും കൂടുതലുണ്ട്, ന്യൂമറിക്കൽ വളരെ കുറവാണ്. നമ്മൾ ഈ ടെസ്റ്റിന്റെ കൂട്ടത്തിൽ ആദ്യം വരുന്നൊരു 3 ടെസ്റ്റുകളുണ്ട്. അതിനാൽ ഒന്നിച്ച് സ്കോളാസ്റ്റിക് എബിലിറ്റി എന്ന് പറയാം. ഒരു കുട്ടിയുടെ അക്കാദമിക മികവും ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ ഏത് ഭാഗത്താണ് കുട്ടികൾ ഡൊമിനേറ്റ് ചെയ്യുന്നത്, ഡൗൺ ആയി നിൽക്കുന്നത്, കുഴപ്പങ്ങളുള്ളത് ഏതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കണ്ടെത്താനും
അക്കാദമിക മികവിൽ അവർക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് പലപ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയുടെ ഇഷ്യൂ ആകാം, ചിലപ്പോൾ അവരുടെ ബേസിന്റെ ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ സബ്ജക്ട് ഓറിയന്റേഷന്റെ ഇഷ്യൂ ആവാം. ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ ഈ അവധിക്കാലത്ത് നമുക്ക് അതിനനുസരിച്ച് ഇപ്പോൾ ഒരാളുടെ ന്യൂമറിക്കൽ എബിലിറ്റി ഭയങ്കര താഴെയാണ്, അബ്സ്ട്രാക്റ്റും വേർബലും നല്ലതാണ്, അബ്സ്ട്രാക്റ്റും വേർബലും നന്നാവുന്ന ഒരു കുട്ടിക്ക് ന്യൂമറിക്കൽ പൊതുവേ മോശമാവാൻ സാധ്യതയില്ല. അത് പ്രാക്ടീസ് കുറയുന്നത് കൊണ്ടോ ബേസ് ഇല്ലാത്തത് കൊണ്ടോ ആണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അവർക്ക് വേണ്ട റെമഡിയൽ ക്ലാസ്സസും ബ്രിഡ്ജിങ് പ്രോഗ്രാം, തീർച്ചയായിട്ടും പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു അവധിക്കാലത്ത് അവരുടെ കുഴപ്പങ്ങൾ കണ്ടെത്തി അതിനുള്ള ബ്രിഡ്ജിങ്ങും അതിനുള്ള റെമഡിയലും ചെയ്തു കഴിഞ്ഞാൽ മാത്സിനുള്ള ഒരു 10-12 ദിവസം നീണ്ടു നിൽക്കുന്ന വിദഗ്ധരുമായിട്ടുള്ള ഇന്ററാക്ഷന്റെ വഴി അവർക്ക് മാത്സിലെ ബേസ് ശരിയാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ കുഴപ്പങ്ങൾ മാറ്റി കൊടുത്ത് മാത്സിനെ കൂടുതൽ സ്നേഹത്തോടെ സമീപിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ അത് സഹായിക്കും. ചില കുട്ടികൾ ഇപ്പോൾ ഈ സോഷ്യൽ സയൻസിനോട് ഭയങ്കര ഒരു വിരക്തി ഉണ്ടാവും. അപ്പൊ അത്തരം സോഷ്യൽ സയൻസിനുള്ള വിരക്തി ഒഴിവാക്കാൻ 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്ക്, കാരണം മാർക്ക് വേണമല്ലോ, ദെൻ നമ്മൾ സയൻസ് എടുത്തിട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ പോലും 10ാം ക്ലാസ്സിൽ മാർക്ക് വേണം എന്നതുകൊണ്ട് എല്ലാ സബ്ജക്റ്റും മാർക്ക് സ്കോർ ചെയ്യണം, നന്നാക്കണം എന്നതുകൊണ്ടും ഒരു അവബോധം കുട്ടികൾക്ക് ഉണ്ടാവണം എന്നതുകൊണ്ടും, അത് ഹ്യൂമാനിറ്റീസ് ആയാലും സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ 10ാം ക്ലാസ്സിൽ വരുന്നതായാലും, ദെൻ അതുപോലെ തന്നെ മാത്സിലെ കുഴപ്പങ്ങളായാലും, ഇനി സയൻസിനോട് ഒരു പെർട്ടിക്കുലർ ഇപ്പൊ ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ അനലിറ്റിക്കൽ സബ്ജക്റ്റ് ആണ്, കോൺസെപ്റ്റ് ഡെപ്തിൽ പോവാത്തത് കൊണ്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവാം, കോൺസെപ്റ്റുകളുടെ ബേസിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവാം. ഇത് ഐഡന്റിഫൈ ചെയ്ത് അവർക്കൊരു ബ്രിഡ്ജിങ് പ്രോഗ്രാമോ റെമഡിയൽ ക്ലാസ്സസോ അറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അവർ വളരെ വിഷമകരമായിട്ട് പേടിച്ച് ഭയങ്കര ഒരു ടെൻഷനൊക്കെ അടിച്ച് സ്ട്രെസ് അടിച്ച് സബ്ജക്റ്റുകളെ സമീപിക്കുന്നത് നമുക്ക് ഒഴിവാക്കി അവരെ നന്നാക്കി എടുക്കാൻ പറ്റും. ഇനി ആ മേഖലകൾ അവർ ഭാവിയിൽ പോകുന്നില്ലെങ്കിൽ പോലും ആ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് സത്യത്തിൽ അവരുടെ കരിയർ ഡെവലപ്മെന്റിന് വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ അർപ്പിക്കുമെന്നതാണ് എൻ്റെ ഒരു നമ്മൾ ഇതുവരെയുള്ള 10-25 കൊല്ലമായിട്ട് വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്നതിനിടയിൽ, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നതിനിടയിൽ, അവരുമായിട്ടുള്ള കൗൺസിലിങ്ങിന്റെ ഇടയിൽ നമുക്ക് കിട്ടിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പൊ ചില ആളുകൾ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും വെച്ചുകൊണ്ട് മെഡിക്കൽ തന്നെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന കുട്ടികളും പാരന്റ്സും മാത്സിനെ പൂർണ്ണമായിട്ട് അവഗണിച്ചേക്കാം. മാത്സിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയാലും അത് കുഴപ്പമില്ല, മാത്സ് അല്ലേ, ബയോളജി ആണല്ലോ മെഡിസിന് വേണ്ടത്, അത് പഠിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, മാത്സിലെ കുഴപ്പം ഫിസിക്സിനെ സാരമായി ബാധിക്കും. ഫിസിക്സിനെ സാരമായി ബാധിച്ചാൽ മെഡിക്കൽ എൻട്രൻസിലെ പെർഫോമൻസ് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. ഈ ബയോളജിയിലും കെമിസ്ട്രിയിലും ഫുള്ള് മാർക്ക് വാങ്ങിയാൽ പോലും ഫിസിക്സിൽ ഒരു 180 എങ്ങനെ വന്നാലും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിലേ അവർക്ക്, എന്ന് വെച്ചാൽ 180 ഒരു 100 മേലെ മാർക്ക് ഉണ്ടെങ്കിലേ മെഡിസിനിൽ ഗവൺമെന്റ് സീറ്റ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാത്സ് നന്നായില്ലെങ്കിൽ ഫിസിക്സിനെ ബാധിക്കും. മാത്രമല്ല ലോജിക്കൽ സ്പീഡും ബാധിക്കും. കൃത്യസമയത്ത് പരീക്ഷ എഴുതി തീർക്കാൻ പറ്റാത്ത അവസരം. ഇതൊരു മാത്സിന്റെ കാര്യം മാത്രമല്ല, നമ്മൾ ബേസിക്കലി 10ാം ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കേണ്ടി വരും. SS ഉണ്ടാവും. SS-നോട് വിരക്തി കാണിക്കുന്ന ആളുകളുടെ ടോട്ടൽ മാർക്കിനെ അത് സാരമായി ബാധിക്കും. ദെൻ അങ്ങനെ SS-ലും കോൺഫിഡൻസോട് ചെയ്യാൻ കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം കൂടുതൽ വരും. സയൻസിൽ ഇപ്പൊ ഫിസിക്സ് കെമിസ്ട്രി എന്തിനാ പഠിക്കുന്നത്, എഞ്ചിനീയറിംഗിന് പോകുന്ന ആളുകൾ എന്ന് ആലോചിക്കുന്ന ആളുകൾ എന്തായാലും +2ന്റെ മാർക്ക് പരിഗണിച്ചിട്ടാണ് കേരളത്തിൽ ഈ സീറ്റ് അലോട്ട് ചെയ്യുന്നത്, റാങ്ക് വെക്കുന്നത് എന്നതുകൊണ്ട്, റാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതുകൊണ്ട് കെമിസ്ട്രിയിൽ അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു സബ്ജക്റ്റിനെയും പഠിക്കുന്നതിന് അവഗണിക്കാതെ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ ഈ കുഴപ്പങ്ങൾ കണ്ടെത്തി അതിനുള്ള റെമഡിയൽ ക്ലാസ്സസും അതിനുള്ള ബ്രിഡ്ജിങ് പ്രോഗ്രാമും ചെയ്യുന്നത് ഒരർത്ഥത്തിൽ ഉപകാരപ്പെടും. അത് ഒരു 10-15 ദിവസം മാത്രം ഈ അവധിക്കാലത്ത് നമ്മൾ വെറുതെ കളയുന്ന ദിവസങ്ങളിൽ കുട്ടികൾ കൂടുതൽ മൊബൈലിലും ഗാഡ്ജറ്റ്സിലും ഒഴുകുന്നതിന് പകരം ഇത്തരം സംഭവങ്ങളും സംരംഭങ്ങളും കണ്ടെത്തി അതിലേക്ക് നിർദ്ദേശിച്ചു കൊടുത്താൽ അവർക്ക് അത് ക്രിയാത്മകമായ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു വരുന്നത് അത് കണ്ടെത്താൻ, ആ കുഴപ്പം കണ്ടെത്താൻ ഈ അഭിരുചി പരീക്ഷ സഹായിക്കും. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ അഭിരുചി പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ച കോഴ്സുകൾ, അതിനെക്കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാക്കുക. ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3, ഓപ്ഷൻ 4 അങ്ങനെ നമുക്ക് ചോയ്സസ് നമുക്ക് തന്നിട്ടുണ്ടാവും കരിയർ കൗൺസിലിംഗിന് കഴിഞ്ഞതിന് ശേഷം അഭിരുചി പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ അതിൽ ഏതാണ് ഈ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതിന്റെ പ്രവേശന പരീക്ഷകൾ, ഏത് സമയത്താണ് പ്രവേശന പരീക്ഷകൾ വരുന്നത്, അതിനിപ്പോ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടോ, ഇപ്പൊ തീരുമാനങ്ങൾ. ഉദാഹരണത്തിന് NID ഒക്കെ പോലുള്ള IIT ഒക്കെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ബാച്ചുലർ ഓഫ് ഡിസൈനിങ് പ്രോഗ്രാമിലെ UC ഇടും,
ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ജാനുവരി മാസത്തിലെ വരിക. ബോർഡ് എക്സാം മാർച്ചിലാണ്. എന്ന് വെച്ചാൽ മാർച്ചിലും ബോർഡ് എക്സാം തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മത്സര പരീക്ഷ അപ്പിയർ ചെയ്യേണ്ടി വരും, അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് കോച്ചിങ്ങിന് പോകാം എന്ന് വെക്കുന്നതിന് പകരം ഇപ്പൊ തന്നെ കോച്ചിങ്ങിന് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാ. 10, 12, 20 ദിവസത്തെ കോച്ചിങ് മാത്രം മതി സത്യത്തിൽ NID പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ മത്സര പരീക്ഷ എഴുതി വിജയിക്കാൻ. അതുകൊണ്ട് അത്തരം മുന്നൊരുക്കങ്ങൾ നേരത്തെ CUETയുടെ മുന്നൊരുക്കങ്ങൾ, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്, സബ്ജക്ട് കോമ്പിനേഷൻ നോക്കുന്നത്, ഇത്തരം കാര്യങ്ങളിൽ കുട്ടികൾക്ക് ഒരു മുന്നൊരുക്കം ഉണ്ടാക്കി കൊടുത്ത് അതോടൊപ്പം അതിനെക്കുറിച്ചൊരു ധാരണ, സ്ഥാപനങ്ങൾ അതിൻ്റെ ഒരു പ്രിഫറൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിന് ഉപയോഗിക്കുക. ഈ 3 കാര്യങ്ങൾ: ഒന്ന് അഭിരുചി പരീക്ഷയിലൂടെ സ്വന്തം കഴിവുകൾ കണ്ടെത്തുന്നത്, രണ്ടാമത്തത് സബ്ജക്ട് ഓറിയന്റേഷനിൽ കുഴപ്പമുള്ളത് എവിടെയാണ്, സബ്ജക്റ്റിൽ പിന്നാക്കം നിൽക്കുന്നത് ഏതാണ്, അതെങ്ങനെ കരിയറിനെ ബാധിക്കും എന്ന് മനസ്സിലാക്കുക, പിന്നാക്കം നിൽക്കുന്ന സബ്ജക്റ്റിൽ ക്ലിയർ ആക്കുക. മൂന്നാമത്തേത് ഏത് കരിയറാണോ ഫിക്സ് ചെയ്യുന്നത് അത് പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C എന്ന രീതിയിൽ അതിനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനുള്ള സ്ഥാപനങ്ങൾ, അതിന്റെ മത്സര പരീക്ഷകൾ, അതിലേക്ക് എത്തേണ്ട രീതികൾ, മുന്നൊരുക്കങ്ങൾ, ഇതിനെക്കുറിച്ച് ധാരണകൾ ഉണ്ടാക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ തീർച്ചയായിട്ടും കുട്ടികളുടെ കരിയർ ഭാവിയെ ശോഭനമാക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.